ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഭയങ്കര വിലയല്ലേ ഇപ്പോൾ. അപ്പോൾ തേങ്ങ ചേർക്കാതെ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള അപ്പമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപൊടി ചേർത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ്, നമ്മൾ ആദ്യമേ അരിയെടുത്ത ഗ്ലാസ്സില്ലേ, അതിൻ്റെ ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ചോറ് കേട്ടോ. ഇതിപ്പോൾ ചുമന്ന അരിയുടെ ചോറാണ്. അപ്പോൾ ചുമന്ന അരിയുടെ ചോറോ വെളുത്ത അരിയുടെ ചോറോ ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുമന്ന അരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ, ഈ അരി കുതിരാൻ ആവശ്യമായ വെള്ളത്തിൽ നമുക്ക് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 4:30 മണിക്കാണ് വെച്ചാൽ, വൈകുന്നേരം 4:30ക്കാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 10 മണിയായപ്പോൾ ഞാനിത് എടുത്ത് നോക്കി. അപ്പം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ചോറും. അത് നല്ല പുളിച്ച ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഈസ്റ്റിൻ്റെ, നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് പുളിക്കാൻ വയ്ക്കുമ്പോൾ ഉള്ള മണമുണ്ടല്ലോ, ആ മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അരി ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നില്ല, പകുതി ഇട്ട് കൊടുക്കാം. ആദ്യമേ പകുതി അരി നമുക്ക് അരച്ചെടുക്കാം. 2 ട്രിപ്പായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. പകുതി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. വേറെ വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ കുതിർത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി അരിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ അരിയെല്ലാം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, സ്പൂൺ കൊണ്ടല്ല, കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താലേ ഇത് പൊങ്ങി വരത്തുള്ളൂ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഞാനിത് രാവിലെയാണ് അപ്പം ചുടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും മാവെല്ലാം പൊങ്ങി കുറച്ച് താഴെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേയൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞു. പിന്നീട് ഞാൻ ഓർത്തത് നിങ്ങളെ ഒന്ന് കാണിക്കുകയല്ലോ, നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ തേങ്ങ ചേർത്തില്ലെന്ന് നമ്മൾ അറിയത്തതേ ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനുള്ള പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കറക്കി കൊടുക്കാം. കറക്കി കൊടുത്തിട്ട് ഇതിൽ ഹോളൊക്കെ വരുമല്ലോ, ഹോൾ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഹോൾ വരത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ കല്ല് പോലെ ഇരിക്കും. പക്ഷേ ഇവിടെ നല്ല ഹോളൊക്കെ വന്നതാ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇളകി വരും കേട്ടോ. ചട്ടിയിലങ്ങ് പിടിക്കത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇളകി വരും. കൈ കൊണ്ട് വേണമെങ്കിലും അത് പൊക്കിയെടുക്കാം നമുക്ക്. പിന്നെ അടുത്ത ഒരു തവി മാവ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹോൾസ് വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു കൊടുക്കാം. അതും ഒന്ന് വെന്ത് വരട്ടെ. അതിനതാ ഞാൻ കൈ കൊണ്ട് തന്നെ പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചട്ടുകമൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ നമുക്ക് പൊക്കിയെടുക്കാം. അത്രയ്ക്ക് എളുപ്പമാണ് ഈ അപ്പം ചുടാനായിട്ട് കേട്ടോ. അടുത്ത മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം, അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അതാ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല അപ്പമാണെന്നല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.